നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലുള്ള റോഡിലെ ഗർത്തം പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. നേരത്തെ പലതവണ ഇതേ പ്രശ്നം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നെങ്കിലും അധികാരികൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. ചന്തമുക്കിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി നെടിയവിള ബാങ്കിന് മുന്നിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടത്. പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു പിന്നാലെ പൊട്ടിയ പൈപ്പ് ഒട്ടിച്ച് അവിടം ടാർ ചെയ്തെങ്കിലും അതൊന്നും ശാശ്വതമായില്ല. വീണ്ടും പഴയപടി തന്നെ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്ന സ്ഥിതി തുടരുകയാണ്. ഹെവി ലോഡ് വാഹനങ്ങൾ ഉൾപ്പെടെ നിരന്തരം പോകുന്ന റോഡിൽ മതിയായ പ്രാധാന്യം നൽകാതെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതാണ് തുടർച്ചയായി പൈപ്പ് പൊട്ടാൻ ഇടയാകുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. അധികൃതർ കൃത്യമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതായ ഒരു റോഡിൻ്റെ, അതായത് നാഷണൽ ഹൈവേയുടെ ശോചനീയാവസ്ഥയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ഇതേ വാർത്ത തന്നെ നമ്മൾ ഒരു 1.5 മാസം മുമ്പ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് കൊട്ടാരക്കര മാർക്കറ്റ് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലായിട്ട്, നെടിയവിള ബാങ്കേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അധികാരികളെ അറിയിച്ചിട്ട് അധികാരികൾ അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു രീതിയാണോ, ഉറക്കം നടിക്കുകയാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അന്ന് വന്ന് വെട്ടിപ്പൊളിച്ച് ഈ പൈപ്പ് ഒട്ടിച്ചിട്ട് പോയി. അവർ പൈപ്പ് ഒട്ടിച്ചത് ഇപ്പോൾ നമുക്കൊരു സംശയം വരുന്നത്, പേപ്പറൊക്കെ ഒട്ടിക്കാനെ കൊണ്ട് നമ്മൾ ചോറിൻ്റെ പശ വെച്ച് പേപ്പർ ഒട്ടിക്കുന്ന അതേ ലാഘവത്തോടെയാണ് അവർ ഈ പൈപ്പ് ഒട്ടിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഹെവി വെഹിക്കിൾസാണ് ഇതിലേക്കൂടെ, ഈ നാഷണൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങൾ കയറി പോകുമ്പോൾ ഈ പൈപ്പ്, ഒട്ടിച്ച പൈപ്പ് വീണ്ടും പൊട്ടി. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ, ഇന്നലെ രാത്രി മുതലേ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രാവശ്യം വന്ന് കോൺക്രീറ്റ് ചെയ്തു. അത് അന്നത്തെ ദിവസം തന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. പിറ്റേ ദിവസം വന്ന് വീണ്ടും കുറച്ചുകൂടെ കുത്തിപ്പൊട്ടിച്ചിട്ട് വീണ്ടും ആ പൈപ്പ് പൊട്ടിച്ച് വീണ്ടും കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ പാട്ടിന് പോയിരിക്കുകയാണ്. ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ തോട്ടിൽ കാല് മുക്കുന്നതിൻ്റെ കൂട്ടാണ് ഇപ്പോൾ കാല് മുക്കിക്കൊണ്ട് ഈ നടു റോഡിൽ, അതായത് ഈ നാഷണൽ ഹൈവേയുടെ മീഡിയൻ ലൈനിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട്, മീഡിയൻ ലൈൻ അതായത് വലതു ഭാഗത്ത് സെൻട്രൽ ഭാഗത്തായിട്ടൊരു ഗർത്തം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വാഹനങ്ങൾ വന്ന് വീഴുമ്പോൾ സമീപ പ്രദേശത്തെ സമീപത്തുള്ളതായ സ്ഥാപനങ്ങളുടെ ഗ്ലാസ് എല്ലാം മെറ്റിൽ വന്ന് അടിച്ച് പൊട്ടിപ്പോവുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇവിടെ മെറ്റിൽ കൊള്ളതായ 2 ചാക്ക് കൊണ്ടുവന്ന് ഇപ്പം ആരോ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാരണം അപകടം വീണ്ടും ഉണ്ടാവുകയാണ്. കാരണം ഇടതുവശത്ത് നിന്ന് വരുന്നതായ വാഹനങ്ങൾ ഇതിൽ തട്ടാതെ വലതുവശത്തോട്ട് പിടിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നതായ വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ അധികാരികൾ എന്താണ് ഈ കാണിക്കുന്നത്? വാട്ടർ അതോറിറ്റി കുത്തഴിഞ്ഞതായ ഒരു മേഖലയായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ വെള്ളക്കരം കൊടുത്തുകൊണ്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്നതായ രീതിയിലുള്ളതായ ഒരു പ്രവണതയാണ്. ഇത്രയും വലിയ ഒരു ഹെവി പൈപ്പ് ഒട്ടിക്കാനെ കൊണ്ട് വെറും ചോറും പശ, ചക്കപ്പശ എന്ന് പണ്ടുള്ളവർ കളിയാക്കി പറയുന്നതിനോട്ട് ആ പശ വെച്ചാണ് ഇവരിത് ഒട്ടിച്ചെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൽ ഈ പൈപ്പ് കാര്യമായ രീതിയിൽ ഒട്ടിക്കാഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു അപകടങ്ങൾ വീണ്ടും ഇവിടെ ഉണ്ടാകുന്നത്. അധികാരികൾ കണ്ണു തുറക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ, ഈ മേഖലയിലുള്ള ജനങ്ങളെല്ലാം കൂടെ സംഘടിച്ച വാട്ടർ അതോറിറ്റിയിലേക്ക് ഒരു പ്രക്ഷോഭമായി പോകുന്നതിന് തന്നെ അവർ തയ്യാറായിരിക്കുകയാണ് എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടി നിർത്തുന്നു.